എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ. ജെനിഫർ കെയ്റ്റീൻ റോബിൻസൺ സംവിധാനം ചെയ്ത ഒരു ഹൊറർ സസ്പെൻസ് മൂവിയാണ് ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ. ആമസോൺ പ്രൈമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് ഷിപ്പ് റെക്ക് ഹണ്ടേഴ്സ് ഓസ്ട്രേലിയ. ഇതൊരു അഡ്വഞ്ചർ ഡോക്യുമെൻ്ററിയാണ്. ഡിസ്നി പ്ലസിലൂടെ ഓഗസ്റ്റ് 27 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് തണ്ടർ ബോൾട്സ്. മാർവൽ സ്റ്റുഡിയോസിന്റെ നിർമ്മാണത്തിൽ ജേക്ക് ഷ്രയർ സംവിധാനം ചെയ്ത ഒരു സൂപ്പർ ഹീറോ ആക്ഷൻ മൂവിയാണ് തണ്ടർ ബോൾട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 27 മുതൽ ഇത് OTTയിൽ റിലീസ് ചെയ്യും. പവൻകുമാർ, അരുൺ സാഗർ, സിരി രവികുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി KRG സ്റ്റുഡിയോസ് നിർമ്മിച്ച് സുനിൽ മൈസൂർ സംവിധാനം ചെയ്ത ഒരു വെബ് സീരീസാണ് ശോധ. ഒരു വലിയ അപകടത്തിൽ തന്റെ ഭാര്യയെ കാണാതാകുന്നതും അവളെ കാണാനില്ലെന്ന് പോലീസിൽ പരാതിപ്പെടുന്നതും പോലീസ് അവളെ കണ്ടെത്തിയതിനു ശേഷം അവൾ തന്റെ ഭാര്യയില്ലെന്നും അയാൾ പറയുന്നു. ഇതാണ് കഥയുടെ ദൂരം. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 29 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു തമിഴ് മൂവിയാണ് കൂലി. സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിൽ രജനികാന്ത് ഒരു ഗ്യാങ്സ്റ്റർ വേഷത്തിലാണ് എത്തുന്നതാണ് വിവരം. ചിത്രത്തിൽ ദേവ എന്ന കഥാപാത്രത്തെയാണ് രജനികാന്ത് അവതരിപ്പിക്കുന്നത്. മലയാളി താരം സൗബിൻ ഷാഹിറും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം ബോളിവുഡ് താരം അമീർ ഖാൻ ദഹ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നുണ്ട്. ഇവരോടൊപ്പം നാഗാർജുന, ശ്രുതി ഹാസൻ, ഉപേന്ദ്ര, സത്യരാജ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ അഭിനയിക്കും. ആമസോൺ പ്രൈം ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. 120 കോടി രൂപയ്ക്കാണ് ആമസോൺ പ്രൈം OTT റൈറ്റ്സ് നേടിയത്. ഇതിന്റെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും റിപ്പോർട്ടർ പ്രകാരം സെപ്റ്റംബർ 25 ഒക്ടോബർ 9 ഇടയിൽ OTT റിലീസ് പ്രതീക്ഷിക്കാം. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് ഗവി. ഷീല രാജ്കുമാർ, ആദവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തമിഴ് ദയാലൻ സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഗവി. ഈ മൂവി സൺനെക്സ്റ്റിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നാഗരാജൻ കണ്ണൻ, രാംസ്വാമി, സായ്ദീന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി AR രാഘവേന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് മായക്കുത്ത്. ഇതൊരു ക്രൈം ഫാന്റസി ത്രില്ലറാണ്. ലോ ബഡ്ജറ്റിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഇറ്റാലിയൻ ഡ്രാമയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ മൂവി സൺനെക്സ്റ്റിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് സയ്യാര. നവാഗതനായ ആഹാൻ പാണ്ഡെയെ നായകനാക്കി മോഹിത് സൂരി സംവിധാനം ചെയ്ത സിനിമയാണ് സയ്യാര. ഇതൊരു റൊമാൻറ്റിക് മൂവിയാണ്. അതോടൊപ്പം സംഗീതത്തിനും പ്രാധാന്യം നൽകുന്നു. ഇത് നിർമ്മിച്ചിരിക്കുന്നത് യാഷ്രാജ് ഫിലിംസ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 12 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് രവീന്ദ്ര നീ എവിടെ. അനൂപ് മേനോൻ, ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദിഖ്, ഷീലു എബ്രഹാം, മേജർ രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മനോജ് പാലോടൻ സംവിധാനം ചെയ്ത ഒരു കോമഡി ത്രില്ലർ ചിത്രമാണ് രവീന്ദ്ര നീ എവിടെ. സൈനാപ്ലേ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അടുത്തൊരു മലയാളം മൂവിയാണ് ID ദ ഫേക്ക്. ധ്യാൻ ശ്രീനിവാസൻ, ദിവ്യ പിള്ളൈ, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ ശിവവിലാസം രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ID ദ ഫേക്ക്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. സൈനാപ്ലേ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസമായിരിക്കും ഇതിന്റെ റിലീസ്. അടുത്ത മലയാളം മൂവി കഥ പറഞ്ഞ കഥ. സിദ്ധാർത്ഥ് മേനോൻ, രഞ്ജി പണിക്കർ, ദിലീഷ് പോത്തൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിജു ജവഹർ രചനയും സംവിധാനവും നിർവഹിച്ച ഒരു റൊമാൻസ് മൂവിയാണ് കഥ പറഞ്ഞ കഥ. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 29 ഇത് റിലീസ് ചെയ്യും. അടുത്ത മലയാളം മൂവി കൂടൽ. ബിബിൻ ജോർജിനെ നായകനാക്കി ഷാനു കാക്കൂർ, ഷാഫി എപ്പിക്കാട്ട് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത സിനിമയാണ് കൂടൽ. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്ത മാസം ഇത് റിലീസ് ചെയ്യും. അടുത്തതൊരു കന്നഡ മൂവിയാണ് സൂ ഫ്രം സോ. കന്നഡ നടനും സംവിധായകനുമായ രാജ്ബി ഷെട്ടിയുടെ പുതിയ ചിത്രമായ സൂ ഫ്രം സോ 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രമാണ്. ഇതിന്റെ ബഡ്ജറ്റ് വെറും 5 കോടി മാത്രമാണ്. ഇതൊരു കോമഡി ചിത്രമാണ്. ആദ്യാവസാനം വരെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ചിത്രത്തിന്റെ മലയാളം പതിപ്പ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചത്. പുതിയ റിപ്പോർട്ട് പ്രകാരം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 5 OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം സീരീസാണ് കമ്മട്ടം. സുധേവ് നായരെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാൻ തുളസീധരൻ സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ സീരീസാണ് കമ്മട്ടം. സെപ്റ്റംബർ 5 C5ലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആമസോൺ പ്രൈം ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സർപ്രൈസ് റിലീസ് ഉണ്ടാവുന്നതാണ് പുതിയ റിപ്പോർട്ട്. അടുത്തത് ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ഗുണ്ടാസംഘങ്ങളും ക്രൈംസുമായി പോകുന്ന കൊച്ചിയെ തൻ്റെ പ്രവർത്തനങ്ങളോടെ മാറ്റിയെടുക്കുന്ന ACP ബെഞ്ചമിൻ ജോഷുവ. അങ്ങനെ ഇരിക്കെ ചില മോഷണങ്ങൾ നടക്കുകയും ഈ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഈ കഥ പറയുന്നത്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിന്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പുതിയ റൂമർ പ്രകാരം ഓണത്തിനായിരിക്കും OTT റിലീസ്. പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.